പൂജ, വയനാട്ടിൻ്റെ ഒരു പൊതുചിത്രം എങ്ങനെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇന്നത്തെ പകലിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഒരു മനുഷ്യൻ, അതുപോലെ കടുവയുടെ ആക്രമണത്തിൽ ചത്തുകിടക്കുന്ന ഒരു മൂരി, അതായത് മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും കൃഷിക്കും ഒന്നും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് വയനാട്ടിൽ. ഇതിൽ ഉറപ്പില്ലാത്ത ഉറപ്പുകൾ, സർക്കാർ എപ്പോഴും പറയുന്ന പോലെയുള്ള ഉറപ്പില്ലാത്ത ഉറപ്പുകളല്ല, പാഴായിപ്പോകുന്ന പ്രഖ്യാപനങ്ങളല്ല വയനാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അതിവൈകാരികമായ പ്രതികരണം ഇന്നത്തെ പകൽ വയനാട്ടിൽ നിന്നുണ്ടായത്. പുൽപ്പള്ളിയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ കൃത്യമായി അതാണ് മലയോര ജനതയുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇന്ന് പുൽപ്പള്ളിയിലേക്ക് വന്നാൽ മതി എന്നതാണ് സ്ഥിതി. കാരണം വനം വകുപ്പിനെതിരെയുള്ള പ്രതിഷേധം സ്ഥലത്തെ 2 MLA-മാർക്കെതിരെ, കോൺഗ്രസിൻ്റെ MLA-മാരാണ്, കൽപ്പറ്റ MLA, ബത്തേരി MLA, ഇവർക്കെതിരെയും അതിരൂക്ഷമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ആ പ്രതിഷേധ ചൂട് അറിഞ്ഞു. പോലീസിൻ്റെ സഹായത്തോടുകൂടി ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി എന്നതാണ്. എന്തായാലും പോളിൻ്റെ മൃതദേഹം വീട്ടിലെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി, പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ സംസ്കാരം നടക്കും എന്നുള്ളതാണ്. ഒരു ഭാര്യയും അതുപോലെ 10ാം ക്ലാസ്സുകാരിയായ ഒരു മകളും, അങ്ങനെ ഒരു കുടുംബമാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തോടുകൂടി കുടുംബത്തിൻ്റെ നാഥനെ നഷ്ടപ്പെട്ട് അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. ഫോറസ്റ്റിലെ താൽക്കാലിക വാച്ചറാണ്. അപ്പോൾ വാച്ചർമാരുടെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല ഏതൊരു അവസ്ഥയിലും. ഒരു സ്ഥലത്ത് കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആനയെ ഓടിക്കാൻ പോകേണ്ടുന്നത് വാച്ചർമാരാണ്. ഉദ്യോഗസ്ഥരുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ അത്യന്തം ദുഃഖകരമായൊരു അവസ്ഥയിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു നിൽക്കുന്നു. രാവിലെ 7 മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത്. 10 മണിയോടുകൂടി പുൽപ്പള്ളിയിലെത്തി. പുൽപ്പള്ളിയിലെ ടൗണിൽ ഈ മൃതദേഹം വെച്ചുള്ള പ്രതിഷേധമാണ് ആദ്യം നടന്നു വന്നത്. പിന്നാലെയാണ് കൂടുതൽ ആളുകൾ എത്തുകയും നമ്മൾ ഈ പറഞ്ഞതുപോലെ കടുവ പാതിഭക്ഷിച്ച മൂരിയുടെ ജഡവുമായി കൊണ്ടുവന്ന വനം വകുപ്പിൻ്റെ ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചുള്ള പ്രതിഷേധമൊക്കെ നടന്നത്. പോളിൻ്റെ വീടാണ് കാണുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പള്ളിയിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ അരുൺ കൂടി ഉണ്ട് ഈ സമയം, ഈ പ്രതിഷേധ സമയത്ത്. അതുപോലെ രാവിലെ പോളിൻ്റെ മകളോട് സംസാരിച്ചതൊക്കെ അരുണാണ്. പോളിൻ്റെ മകൾ പറയുന്നുണ്ട്, നേരത്തെ അജീഷിൻ്റെ മകൾ, അതൊരു ഉദാഹരണമായി പറഞ്ഞാണ് മതി. ഈ പടമലിലെ അജീഷിൻ്റെ മകൾ പറഞ്ഞു, എൻ്റെ ഡാഡിക്ക് വന്നൊരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുതെന്നാണ്. അത് കേട്ടിട്ട് ദിവസങ്ങളാകുന്നേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്യന്തം ദുഃഖകരം. അതുപോലെ 2 കുട്ടികളുടെ ശബ്ദവും വയനാടിൻ്റെ ശബ്ദമാണ്. വയനാടിൻ്റെ സമരമായിരുന്നു ഇത്. അക്ഷരാർത്ഥത്തിൽ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈ നിരന്തരം വന്യവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നെത്തിയ UDF-ൻ്റെ MLA-മാരാണ് സിദ്ദിഖ്, ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ, ഇവർക്കെതിരെയും ഈ ഒരു പ്രതിഷേധാഗ്നി നമ്മൾ കണ്ടു. അവർക്കെതിരെയും അപ്പോൾ ഇത് ജാതി രാഷ്ട്രീയ ഭേദമന്യുള്ള സമരമാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധം കാലാകാലങ്ങളായി ഇവരുടെ ആവശ്യമാണ്. അതിനൊരു ശാശ്വത പരിഹാരമാവില്ല. എന്താണ് ഒരു ചോദ്യചിഹ്നം അവിടെ ബാക്കിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? ഈ നഷ്ടപരിഹാരം കൊണ്ടൊന്നും അവർ തൃപ്തരാകുന്നില്ല. കാരണം വനം വകുപ്പിന് കാലാകാലങ്ങളായി അവർ ആവശ്യം ഉന്നയിക്കുന്നു. അതിൽ പല നടപടികൾ ഉണ്ടാകുന്നതൊന്നും ഇതുവരെ അവരെ തൃപ്തരാക്കാൻ സാധിച്ചിട്ടില്ല. നൈറ്റ് പട്രോളിംഗ് ഉണ്ടാകുന്നു, അത്തരത്തിലുള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. അപ്പോൾ എന്താണ് എന്നൊരു ചോദ്യചിഹ്നം അവിടെ ബാക്കിയാക്കിയാണ്. ഈ കുട്ടികളുടെ ശബ്ദം അതൊരു ഇനി ആര്, നാളെ അജീഷ് ആയി, ഇന്നലെ അജീഷ്, ഇന്ന് പോള്, നാളെ ആര് നമ്മളാകാം എന്നൊരു ചോദ്യം തന്നെയാണ്, നമ്മളാകാം എന്നൊരു സാധ്യത തന്നെയാണ് അവരുടെ മുന്നിലുള്ള. അത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടത് പുൽപ്പള്ളിയിൽ. അതായത് പ്രതിഷേധം ഉണ്ടായ സമയത്ത് അവിടെ ഈ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ MLA അവതരിപ്പിക്കുകയാണ്. കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം, ഭാര്യയ്ക്ക് സർക്കാർ ജോലി, മകളുടെ തുടർ പഠനം ഏറ്റെടുക്കും തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ അവിടെ കൂടി ഒരാൾ പോലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അവർ കണ്ടുവന്ന നടപടികൾ പോലും കാലാകാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അവർ തൃപ്തരാകുന്നില്ല. അപ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ട് അതിൽ മാത്രം ഒതുങ്ങാനാവില്ല. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് കിട്ടാത്തവരുണ്ട്. നമ്മുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു, അതിൽ ഇടുക്കിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് അതുപോലും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അത് അപ്പോഴത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ ചൂടടങ്ങുന്നവരെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിൽ തൃപ്തരാകാൻ സാധിക്കുക? അപ്പോൾ ഒരു വലിയൊരു ചോദ്യചിഹ്നം അവിടെ കിടക്കുകയാണ്. അതിന് ഉത്തരം കിട്ടണം. അത് എന്ന് ബാക്കിയാണ്. അപ്പോൾ ഇന്നലെ അജീഷാണ്, ഇന്ന് പോളാണ്, നാളെ ആര് എന്നൊരു ചോദ്യം അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ നാട്ടുകാർക്ക് ശാന്തരായിരിക്കാൻ കഴിയില്ല. അവരുടെ ഒരു വികാരം തന്നെയാണ്, വയനാടിൻ്റെ വികാരം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനമന്ത്രി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും പറയും, ഇടപെടുന്നുണ്ട്, ശാശ്വതമായ പരിഹാരം ഉണ്ടാവും എന്ന്. അതാണ് വനംവകുപ്പ് മന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ ഈ ജനപ്രതിനിധികൾ. ഇന്നലെ MLA സിദ്ദിഖ് വന്നപ്പോൾ സിദ്ദിഖിനെതിരെയൊക്കെ രൂക്ഷമായ ഒരു വികാരം കണ്ടു. ഒരു കയ്യാങ്കളിയൊക്കെ ഉണ്ടായി IC ബാലകൃഷ്ണനെതിരെയൊക്കെ. അപ്പോൾ രാഷ്ട്രീയമായ ഇടപെടലുകളൊന്നും, അത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ ഒരു വാക്കുകളൊന്നും അവർക്ക് അവർക്ക് വേണ്ടത് നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനിയും അതിലേക്ക് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് തന്നെയാണ്. ഒരു നാട്ടുകാരൻ കൂടി ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ജനങ്ങളുടെ ഒരു സമരം തന്നെ നമ്മൾ നോക്കുക.
വയനാട് എന്ന് പറയുന്നത് ഞങ്ങൾ കർഷകർ 100% ഫോറസ്റ്റുമായിട്ടും വന്യജീവികളുമായിട്ടും മൃഗങ്ങളുമായിട്ടും എല്ലാം പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഈ വന്യജീവികൾ പുറത്തേക്ക് വരുന്നു? നമ്മൾ ഇഷ്ടംപോലെ ഫോറസ്റ്റ് സ്റ്റാഫുകളുണ്ട്, ഫോറസ്റ്റിൻ്റെ ജീവനക്കാരുണ്ട്, നോക്കാൻ ആളുണ്ട്. എങ്ങനെ ഇത് പുറത്തേക്ക് വരുന്നു? ഫെൻസിങ് ഉണ്ട്. എത്രയോ കോടികൾ മുടക്കി ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആ ഒരൊറ്റ ഫെൻസിങ് ഈ നാട്ടിൽ എവിടെയും പ്രവർത്തിക്കുന്നില്ല. ഒറ്റ ഫെൻസിങ്ങും പ്രവർത്തിക്കുന്നില്ല. കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെൻസിങ് ഫെൻസിങ് ഇവിടെ ദാസനക്കരയിൽ നിന്ന് നീർവാരം വരെ ഫെൻസിങ് എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അവർ ഇത് ഇടാൻ വേണ്ടി സോളാർ ഇടാൻ വേണ്ടി മറ്റേ ഇത് റയർ ഫെൻസിങ് ഇടാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നത്. അത് പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. അവിടെയാണ് ആന ഇറങ്ങിയിട്ട്. ഈ വന്ന ആന എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് വന്നത്. എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ വന്ന് മുറ്റത്ത് കൂടെ ഇറങ്ങിയിട്ടാണ് ഈ ആന പോയിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്. അവിടെ മാത്രം ആന ഇറങ്ങുന്നത്. അവിടെ നിങ്ങൾ വന്ന് പൊട്ടിയ സ്ഥലത്ത് അതിലേ വന്ന് നിങ്ങളൊന്ന് കാണേണ്ട സംഭവം തന്നെ അത്. ഒരു 3 കിലോമീറ്റർ ഇവർ പൊളിച്ച് ട്രെഞ്ചെല്ലാം മൂടിയിട്ടേക്കുക. എങ്ങനെ വികാരം വരാണ്ടിരിക്കും? അത്ര സങ്കടമുണ്ട്. ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ സങ്കടമുണ്ട്. അതാണ് അതിൻ്റെ അവസ്ഥകൾ. അത് കാണണം നിങ്ങൾ. ഒരു എന്താ പറയുക, ഒരു 7-8 മീറ്ററാണ് JCBക്ക് അടിച്ചങ്ങ് നിരത്തി, JCB അടിച്ച് നിരത്തി ഇഡ്ലിയും എല്ലാം തകർത്ത്, തേക്കും മരവും എല്ലാം തകർത്തിട്ട് അങ്ങോട്ട് നിരത്തിയിട്ടേക്കുക. ഇന്ന് വരെ അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തെറി പറയാൻ പാടില്ല, പക്ഷെ പറഞ്ഞു പോവും ചിലപ്പോൾ അറിയാണ്ട്. കുറുവാദ്വീപ് എക്കോ ടൂറിസം സ്പോട്ടല്ലേ അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാകുന്ന ഒരു കേന്ദ്രമാണ്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇവർക്ക് ആനയ്ക്ക് പോകാനുള്ള കൃത്യമായ വഴികളുണ്ടായിരുന്നു. ആനത്താര എന്ന് പറയാം. ആനത്താര തന്നെ ഉണ്ടായിരുന്നു. ആ ആനത്താര ഇവർ വന്ന് മൂടിയിട്ട് അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നു, ട്രെഞ്ചും ഉണ്ടായിരുന്നു. ട്രെഞ്ച് അങ്ങ് വന്ന് മൂടിയിട്ട് അവർ പുതിയ റെയിൽ ഫെൻസിങ് പണിയാൻ പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് അതങ്ങ് മൂടിയിട്ടു. ട്രെഞ്ച് മൂടി, ഫെൻസിങ്ങും ഇലക്ട്രിക് ഫെൻസിങ്ങും കളഞ്ഞു. ആനയ്ക്ക് ഇതിൽ എപ്പോഴും കയറി വരാം ഫ്രീ ആയി. ഇലക്ട്രിക് റെയിൽ ഫെൻസിങ് പണിതുമില്ല. അതിലെയാണ് ഈ ആന വരുന്നത് മുഴുവൻ ഇങ്ങോട്ട്. ഇവിടെ തന്നെയാണ്. ഞാൻ അഡ്വക്കേറ്റാണ്. തന്നെ ഈ വയനാട് MP വരുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. 5 മണിക്ക് വാരണാസിയിൽ നിന്ന് തിരിക്കുന്നു പറയുന്നത്. അതെ, രാഹുൽ ഗാന്ധി വയനാട് MP എവിടെ? നേരത്തെ പറഞ്ഞതിന് ബാക്കിയായി നമുക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ വയനാട് MP എവിടെ എന്നൊരു ചോദ്യവും ആ പ്രതിഷേധ കൂട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, വൈകിട്ട് 5 മണിയോടെ പുറപ്പെടുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. നാളെ വീണ്ടും ന്യായയാത്രയ്ക്കൊപ്പം ചേരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ പോലും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇന്നത്തെ സാഹചര്യം നമ്മൾ അങ്ങനെയായിരുന്നു. ഒരിക്കലും പോലീസിനെ ഒരിക്കലും ഈ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു 3 മണിക്കൂർ കൂടെ അങ്ങനെ നിരന്തരം ഇടപെടൽ നടത്തുന്നു. ഈ വൈദികരൊക്കെ വന്ന് പറഞ്ഞ് പോളിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എത്തിയാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. ADM വന്നിട്ട് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് മൃതദേഹം വീട്ടിലിറങ്ങാൻ. ADM എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയത്? ADM ഉറപ്പ് നൽകിയത് ആദ്യം തന്നെ 5 ലക്ഷം രൂപ നൽകുമെന്ന കാര്യം ഉറപ്പ് നൽകി. അത് സാധാരണ നമ്മൾ കാണാത്തതാണ്. അന്ന് തന്നെ മരിച്ചത്. അങ്ങനെ ഇത്തരമൊരു സാഹചര്യം, അസാധാരണമായ ഒരു സാഹചര്യത്തിലായിരിക്കാം ADM അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ADM അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത് തന്നെ ഇങ്ങനെ ഒരു അസമാനമായ ഒരു പ്രതിഷേധമൊക്കെ സാക്ഷ്യം വഹിച്ചതുകൊണ്ട്. ശരി രാഹുൽ, നിങ്ങൾ തുടരുക.